ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. ആദ്യമേ തന്നെ ഉയർപ്പിൻ്റെ 1000 മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. ഉയർപ്പ് തിരുനാൾ സന്തോഷത്തിൻ്റെ തിരുനാളാണ്, പ്രത്യാശയുടെ തിരുനാളാണ്. നമ്മളൊക്കെ ഒത്തിരിയേറെ സന്തോഷിക്കുന്ന ഈ ഉയർപ്പ് തിരുനാളിൽ അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റിയ ഈ തിരുനാൾ മഹത്തരമാകും, അനുഗ്രഹമുള്ളതായിട്ട് മാറും. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മയൊക്കെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർന്നു എന്ന് അവസാനിക്കുന്നിടത്ത് തീർന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ദിനം ഉയർപ്പ്. ആ ഉയർപ്പ് തിരുനാളിൻ്റെ മഹത്വം നെഞ്ചിലേറ്റ് ജീവിക്കാൻ, ആ ഉയർപ്പ് തിരുനാളിൻ്റെ വിശ്വാസം നെഞ്ചിലേറ്റ് ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥവുമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ വിശ്വാസം. ഏത് അന്ധകാരത്തിലാണെങ്കിലും ഒരു പ്രകാശം എനിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് ഈ ഉയർപ്പെന്ന് പറയുക, ഈ പ്രത്യാശയുടെ ദിനമെന്ന് പറയുക. ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം കേട്ടോ. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ, ജീവിതത്തിൽ ഒന്നും തീർന്നിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. എല്ലാം തീർന്നു എന്ന് നമ്മൾ ഓർത്ത് നോക്കിയേ. അവസാനം ആ ഗുഹയിൽ ഈശോയെ കൊണ്ടുപോയി കല്ലറയിൽ അടക്കി, മുമ്പിലൊരു കല്ല് വെച്ച് ഇനി ഒരിക്കലും പൊങ്ങരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പടയാളികൾ മുഴുവൻ അങ്ങനെ ചെയ്തിട്ട് പോവുക. കൃത്യമായിട്ട് എല്ലാം സേഫാക്കി വെച്ച ഒരു സ്ഥലത്ത് നിന്നാണ് തീർന്നു, ഇനി മുൻപോട്ട് എങ്ങോട്ടുമില്ല എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യത്തിലാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തീർന്നു പോയ സാഹചര്യങ്ങളിലും തീർന്നിട്ടില്ല എന്ന് കർത്താവെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും സുന്ദരമായ ദിനം. അത് പറയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നുന്നു എനിക്ക് കേട്ടോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക. അതാണ് ഈ ഉയർപ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. നിൻ്റെ ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക. ചിലപ്പോൾ നമുക്ക് തോന്നും, തീർന്നു എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാം അവസാനിച്ചു, എല്ലാം നശിപ്പിച്ചു, എല്ലാം തകർന്നു, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നീ ചിന്തിക്കുക, എനിക്ക് ഒരു ഉയർപ്പുണ്ട്. ആരുണ്ടെങ്കിലാ? കർത്താവുണ്ടെങ്കിൽ. വേറെ ആരുണ്ടെങ്കിലും ഉയർപ്പുണ്ടാവില്ല. കർത്താവുണ്ടെങ്കിൽ നിനക്ക് ഉയർപ്പുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ചിന്തിക്കുക, എനിക്കൊരു ഉയർപ്പുണ്ട്. അത് മനസ്സിന് നീ എഴുതി വയ്ക്കുക. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, കർത്താവ് ഉണ്ടാകണം നിൻ്റെ കൂടെ, എങ്കിലേ നിൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പുണ്ടാവുള്ളൂ. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് നമുക്ക് കേട്ടോ. ഈ ലോകം വളരെ ക്ഷണികമാണ്, വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന നന്മകളാണ് സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്കുള്ള വിളിയാണ് ഈ ലോകത്തിൻ്റെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന ചെറിയ നന്മകൾ. പക്ഷേ ഓർക്കണം, കർത്താവ് കൂടെ ഉണ്ടെങ്കിലാണ് ആ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ, ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക, കർത്താവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും എന്നെ ഒഴിവാക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം അനുഗ്രഹദായകമായിട്ട് മാറുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈശോ മരിക്കുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരും ഉയർപ്പിക്കും എന്നതാണ് ക്രൈസ്തവൻ്റെ വിശ്വാസം. യേശുവിൽ നിദ്ര പ്രാപിച്ചവർ, യേശു ഉണ്ടാകണം കൂടെ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും യേശു ഉണ്ടാകണം കൂടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ ഉയർപ്പ് തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യവും ഇത് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനയിലൂടെ ആയിരിക്കാം നീ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം,
വിവാഹം നടക്കാത്ത എൻ്റെ മകനെയോ മകളെയോ ഓർത്തിട്ടുള്ള സങ്കടമായിരിക്കാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായിരിക്കാം, വിസയുടെ തടസ്സമായിരിക്കാം, മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം, പ്രായമായ മാതാപിതാക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, എന്തും ആയിക്കോട്ടെ, രോഗങ്ങളായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, മാരകമായ അസുഖങ്ങളായിരിക്കാം, ഓപ്പറേഷനായിരിക്കാം, നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എന്തും ആയിക്കോട്ടെ, നീ വലിയൊരു കല്ലറയിലായിരിക്കും കിടക്കുക, ഒരു ശവപ്പറമ്പിലായിരിക്കും നിൻ്റെ ജീവിതം. നിൻ്റെ ജീവിതത്തിൽ ഈ കല്ലറ ശവപ്പറമ്പ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്നറിയോ? നിൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ തടസ്സങ്ങളും തകർച്ചകളും വേദനകളും കണ്ണീരൊക്കെയാണ്. നീ ഒരു കല്ലറയിലൂടെയായിരിക്കും, കല്ലറയുടെ ജീവിത അനുഭവത്തിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക. ചത്തത്തിനൊക്കുമയായിരിക്കും നീ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നറിയോ? ഈ ഉയർപ്പ് തിരുനാൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സത്യം എന്തെന്നറിയോ? കർത്താവുണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്, ദൈവമുണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്. നീ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ചിന്തിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉയർപ്പുണ്ട്. ഞാൻ ഈ മുമ്പിൽ നിൽക്കുന്ന സങ്കടത്തെ ഓർത്ത്, തടസ്സത്തെ ഓർത്ത് വേദനിക്കേണ്ടവനല്ല, അതിനപ്പുറം നിൽക്കുന്നൊരു ദൈവമുണ്ടെന്നോർത്ത് സന്തോഷിക്കേണ്ടവനാ ഞാൻ. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചോക്കെ, നമുക്ക് ആർക്ക പ്രശ്നങ്ങളില്ലാത്ത, നമുക്ക് ആർക്ക സങ്കടങ്ങളില്ലാത്ത എത്രയോ പേരാന്നറിയോ ഓരോ ദിവസവും പ്രാർത്ഥിക്കണച്ചാന്ന് വിളിച്ചു പറയണേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടൂന്നേ. അതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ഞാൻ തരാം എല്ലാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം എന്താ പറയണേ? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചെയ്തു തരാം. തമ്പുരാൻ്റെ വചനങ്ങളത്, ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ തമ്പുരാന. ആ തമ്പുരാൻ്റെ വചനം പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ വിശ്വസിക്കുക, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും, കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിൽ നിന്നും നേടിപ്പോരും, കർത്താവ് കൂടെയുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തകർച്ചയെ മറികടക്കാൻ, ഈ തളർന്ന അവസ്ഥയെ മറികടക്കാൻ എനിക്ക് പറ്റും. എടോ, പ്രത്യാശയോടെ ജീവിക്ക്. നമ്മളൊക്കെ ക്രിസ്ത്യാനിയല്ലേ? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യത. നീ പ്രത്യാശയോടെ ജീവിക്കുക. നിൻ്റെ തളർന്നു പോയ നിൻ്റെ ജീവിതത്തിൻ്റെ നിർജീവ അവസ്ഥയിൽ നീ ചിന്തിക്കുക, എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ എനിക്ക് രക്ഷയുണ്ട്. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ട്. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, പ്രശ്നങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, തടസ്സങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, വേദനകൾ കണ്ട് നീ ഭയപ്പെടേണ്ട, തകർച്ചകൾ കണ്ട് നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളതോർത്ത് നീ സന്തോഷിക്കുക. പ്രശ്നങ്ങളുണ്ടാകുന്നേ, സങ്കടങ്ങളുണ്ടാകും. ഈശോയ്ക്ക് ഉണ്ടായിരുന്നില്ലേ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ? പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലും അവൻ ദൈവത്തിനോടൊപ്പം നിന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും നീ ക്രിസ്തുവിനോടൊപ്പം നീ നടന്നു നോക്കേ, ക്രിസ്തുവിനോടൊപ്പം നീ ജീവിച്ചു നോക്കേ, ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിച്ചു നോക്കിയേ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടാവും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ഉയർപ്പ് തിരുനാൾ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പ്രത്യാശയോടെ ജീവിക്കണം. നിൻ്റെ ജീവിതത്തിൽ ഉയർപ്പുണ്ട്. നീ എത്ര വലിയ ഗർത്തത്തിലാണ് കിടക്കുന്നതെങ്കിലും, എത്ര വലിയ കുഴിയിലാണ് നീ കിടക്കുന്നതെങ്കിലും, ക്രിസ്തു നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഉയർപ്പുണ്ട്. പലപ്പോഴും ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈസ്റ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞു വയ്ക്കണേ? കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും, വേദനിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതെല്ലാം പറഞ്ഞു വയ്ക്കുന്ന തിരിച്ചു പറഞ്ഞു വയ്ക്കുക. കരയുന്നവരാണെങ്കിൽ ചിരിക്കും, വേദനിക്കുന്നവരാണെങ്കിൽ, ഒറ്റ കൊടുക്കുന്നവരാണെങ്കിൽ, പരിഹസിക്കപ്പെടുന്നവരാണെങ്കിൽ എല്ലാം തിരിച്ചാൽ സംഭവിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്ത് നോക്കിയേ, ശരിയല്ലേ? ഈസ്റ്ററും അങ്ങനെയായിരുന്നില്ലേ? ഈശോ എന്തോരം പീഡസഹനങ്ങളേറ്റേ, പക്ഷെ അവനറിയായിരുന്നോ അവൻ ഉയർപ്പിക്കപ്പെടുമെന്ന്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ചിന്തിക്കുക, കല്ലറ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിന് ഒരു ഉയർപ്പുണ്ട്. ഏത് കല്ലുരുട്ടി മാറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും മാറ്റി അവൻ എന്നെ സഹായിച്ച് രക്ഷിക്കുമെന്ന് ഉറച്ച ബോധ്യത്തോടെ ജീവിക്കുക. ഈസ്റ്റർ ദിനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നീ ചിന്തിക്കുക, എൻ്റെ കൂടെ കർത്താവുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉയർപ്പുണ്ട്. ഒരു കാര്യം കൂടി അച്ഛൻ ചേർത്ത് വയ്ക്കുക, ഇന്നത്തെ ദിവസം കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്കൊരു ഉയർപ്പുണ്ടെന്ന് പറയണ പോലെ
നീ കൂടെയുള്ളവരുടെ ഉയർപ്പിന് ഒരു കാരണമായിട്ട് ഭവിക്കാറുണ്ടോ? അതോ പിന്നെയും കുഴിയിലേക്ക് തള്ളിവിടുന്ന പീലാത്തോസിനെ പോലെയാണോ നീ? ഫരിസേയ പ്രമുഖന്മാരെ പോലെയാണോ നീ? അവനെ പിന്നെയും പിന്നെയും ചാട്ടവാറ് കൊണ്ടടിച്ച പടയാളികളെ പോലെയാണോ നീ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെയൊക്കെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ ഉയർപ്പിലേക്ക്, പ്രത്യാശയിലേക്ക്, രക്ഷയിലേക്ക് തള്ളിവിടുന്ന വാക്കുകളാണോ, പ്രവൃത്തികളാണോ? പലപ്പോഴും അല്ല, അല്ലേ? നമ്മുടെയൊക്കെ കുത്തുവാക്കുകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ചെയ്തികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, പ്രത്യാശയുടെ അനുഭവങ്ങൾ കൈമാറുന്ന രീതിയിലാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ? അല്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ച് കുഴിയിലേക്ക് തള്ളിവിടുന്നവരാ, പറ്റിക്കുന്നവരാ, വേദനിപ്പിക്കുന്നവരാ, തടസ്സപ്പെടുത്തുന്നവരാ, മറ്റുള്ളവന് കിട്ടേണ്ട അർഹമായിട്ടുള്ള നീതി നഷ്ടപ്പെടുത്തുന്നവരാ. ശരിയല്ലേ? ഈ ഈസ്റ്റർ ദിനത്തിൽ നീ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യം, നീ നിന്നെ ഓർത്തിട്ടാ ചിന്തിക്കേണ്ടേ. ഒന്നാമത്തെ കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഒരു ഗർത്തത്തിലാണ് നീ കിടക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിനൊരു രക്ഷയുണ്ട്. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടരുത്. കർത്താവുണ്ട് നിൻ്റെ കൂട്ടിന്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. കാരണം നീ രക്ഷപ്പെടും, അത് ഉറപ്പ്. കർത്താവ് കൂടെ ഉണ്ടാകണം, വേറെ ഒന്നും കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. കർത്താവ് കൂടെ ഉണ്ടാകണം. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ ആശുപത്രി കിടക്കയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ആശുപത്രി കിടക്കയിലൊക്കെ ഏറ്റവും അവസാനം ഈ ഡോക്ടർ നമ്മളോട് വന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ ഇത്രയും പഠിച്ച് ബിരുദങ്ങളുള്ള, ഒത്തിരിയേറെ അനുഭവ പരിചയമുള്ള, ഒത്തിരി നാൾ സർജറിയൊക്കെ ചെയ്ത, ഓപ്പറേഷനൊക്കെ ചെയ്ത ഡോക്ടർമാരെന്താ പറയണേ? ഇനിയെല്ലാം കർത്താവിൻ്റെ കയ്യിൽ. പ്രാർത്ഥിക്ക്, ഇനിയെല്ലാം കർത്താവിൻ്റെ കയ്യിൽ. അവസാനത്തെ വാക്കതാ, ഇനിയെല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ഞങ്ങളുടെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിൽ. കർത്താവുണ്ടെങ്കിൽ നമുക്ക് രക്ഷയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇത്രയും പഠിച്ച് അറിവുള്ള ഡോക്ടർമാർ പറയാം, ഇനിയെല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. പ്രാർത്ഥിക്ക്. ഇത്രയും പഠിച്ചവർ പറയാം, പ്രാർത്ഥിക്കാൻ പറയാം. അപ്പം ഞാനും നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ കർത്താവുണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിലാണ് നിൻ്റെ രക്ഷ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നീ ചിന്തിക്കുക, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ കൂടെയുള്ളവർ ഉയർപ്പിന് കാരണമാകണം, തകർച്ചയ്ക്കല്ല. കല്ലറ അനുഭവങ്ങളല്ല കൂടെയുള്ളവർക്ക് കൊടുക്കണ്ടേ. നീ ദേഷ്യപ്പെടുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, അസൂയയോടെ നോക്കിക്കാണുമ്പോൾ, കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ, കലഹിക്കുമ്പോൾ, കുറ്റങ്ങൾ പറഞ്ഞെടുക്കുമ്പോൾ നീ മറ്റുള്ളവരെ കല്ലറയിലേക്ക് ഇടരുത്. പീലാത്തോസിനെ പോലെ അവനെ വിധിച്ച് കല്ലറയിലേക്ക് തള്ളിവിടുന്നവനല്ല. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ ഉയർപ്പിലേക്ക് ഉയർത്തേണ്ടവരാണ്, പ്രത്യാശയിലേക്ക് വളർത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോട്ടടാ, കൂടെ ഉണ്ട് ഞാൻ എന്ന് പറയുന്നവനല്ലേ ഒരു ഉയർപ്പ് സമ്മാനിക്കുക. നീ വിഷമിക്കേണ്ടടാ, ഞാനുണ്ട് നിൻ്റെ കൂടെ, പോട്ടടാ, പോയത് പോട്ടെ, ഇനി നമുക്ക് ജീവിക്കാം എന്ന് പറയുന്ന ഒരു അപ്പനോ അമ്മയല്ലേ സ്വന്തം മക്കൾക്ക് ഉയർപ്പിൻ്റെ അനുഭവം കൊടുക്കുക? അതോ പിന്നെയും പിന്നെയും കുത്തി നോവിക്കുന്നവനാണോ ഉയർപ്പിൻ്റെ അനുഭവം കൊടുക്കുക? അല്ല. നീ മറ്റുള്ളവർക്ക് ഉയർപ്പിൻ്റെ അനുഭവമായിട്ട് മാറണം, എന്ന് വെച്ചാൽ പ്രത്യാശയുടെ അനുഭവമായിട്ട് മാറണം, രക്ഷയുടെ അനുഭവമായിട്ട് മാറണം, അനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് മാറണം. അപ്പോഴാണ് നിൻ്റെ ജീവിതം ഉയർപ്പ് തിരുനാളിൽ ഒത്തിരിയേറെ അനുഗ്രഹദായകമായിട്ട് മാറുക. പലപ്പോഴും മറ്റുള്ളവരെ കല്ലറയിലേക്ക് തള്ളിവിടുന്നവരെ നമ്മൾ ദുഃഖത്തിൻ്റെ, തടസ്സങ്ങളുടെ, വേദനകളുടെ, കണ്ണീരിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെയൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ എന്തോരം പേരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളേ. അതുകൊണ്ട് ചെയ്യരുത്. നീ മറ്റുള്ളവർക്ക് ഉയർപ്പിൻ്റെ അനുഭവമായിട്ട് മാറണം. 2 കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കണം കേട്ടോ. നീ ചെയ്യേണ്ട കാര്യം, മറിയത്തെ പോലെ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങണം. എവിടെയാണെങ്കിലും അന്വേഷിച്ചിറങ്ങണം. കല്ലറയിലേക്ക് ആദ്യം ഓടിച്ചെല്ലുന്നത് ഈ മറിയോ. ക്രിസ്തുവിനെ അന്വേഷിച്ച് അവൾ ചെല്ലുക. കർത്താവിനെ അവർ കല്ലറയിൽ തള്ളിയിട്ടിട്ടും അവസാനം കല്ലുരുട്ടി അതിൻ്റെ മുൻപിൽ വെച്ചിട്ടും അവൾ അന്വേഷിച്ചല്ല കർത്താവിനെ. അവളുടെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഏത് ശവപ്പറമ്പിലും അന്വേഷിച്ചിറങ്ങാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണം. മഗ്ദലേന മറിയം കർത്താവിനെ അന്വേഷിച്ചിറങ്ങിയതുപോലെ ഈസ്റ്റർ ദിനത്തിൽ നീ ചിന്തിക്കണം, എൻ്റെ കർത്താവിനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങാറുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്നവനാണോ? ഒന്നാമത്തെ കാര്യം നീ അത് ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനെന്നറിയോ, ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈസ്റ്റർ ദിനത്തിൽ ചിന്തിക്കുക, ഞാൻ ആരെയെങ്കിലും ഒറ്റിക്കൊടുത്ത് രക്തത്തിൻ്റെ പറമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും പറ്റിച്ച് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ച് എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ,
ഒന്നും എനിക്ക് നല്ലതായിട്ട് ഭവിക്കില്ല. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെയെങ്കിലും പറ്റിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തുകൊണ്ട് നീ എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നീ അത് ഏറ്റുപറയണം തമ്പുരാൻ്റെ മുമ്പിൽ. ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം. എന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കണം. നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, പത്രോസിനെ പോലെ നീ നിൻ്റെ തമ്പുരാനെ തള്ളിപ്പറയേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ കൂടെയുള്ളവരെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ തള്ളിപ്പറയുന്ന അവസ്ഥകൾ മാറ്റി തമ്പുരാനോട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് നല്ല തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. എന്നാലാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, യൂദാസിനെ പോലെ നീ ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞ് നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരോടുകൂടി അവനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്ന ഒരു മനസ്സോടെ കൂടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, മറിയത്തെ പോലെ ഏത് ശവപ്പറമ്പിലും, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും മറിയത്തെ പോലെ ഏത് ശവപ്പറമ്പിലും കർത്താവിനെ അന്വേഷിച്ചിറങ്ങാനുള്ള ചങ്കൂറ്റം നീ കാണിക്കുക. മൂന്നാമത്തെ കാര്യം, പത്രോസിനെ പോലെ നീ ആരെയെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ കൂടെയുള്ളവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം തമ്പുരാനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുക. ഈ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 2 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. എന്താണ് ഈ ഈസ്റ്റർ ദിനം നമുക്ക് തരുന്ന സന്ദേശം? 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ട്. പ്രത്യാശയുടെ തിരുനാളത്. അന്ധകാരത്തിൻ്റെ തിരുനാളല്ല, പ്രത്യാശയുടെ തിരുനാൾ. നിനക്കൊരു ഉയർപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, നീ ജീവിതത്തിൽ ചിന്തിക്കുക, നീ കൂടെയുള്ളവരുടെ ഉയർപ്പിന് കാരണമാകണം. കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ കൊടുക്കുന്നവനല്ല, ഉയർപ്പിലേക്കുള്ള അനുഭവം കൊടുക്കുന്നവൻ്റെ കാരണമാകണം. 2 കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്ദേശമാണ്. ഇത് ചിന്തിക്കാൻ പറ്റണം. 3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മറിയത്തെ പോലെ ഏത് ശവപ്പറമ്പിൽ അന്വേഷിച്ചിറങ്ങുക. യൂദാസിനെ പോലെ നീ ആരെങ്കിലും ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, പത്രോസിനെ പോലെ നീ ആരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് രമ്യതപ്പെട്ടിട്ട് തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനും പ്രത്യാശയുടെ ഉത്സവത്തിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കാനും കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ ഉയർപ്പിന് കാരണമാകാനും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ഇവരായിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണേ കർത്താവേ. എനിക്കൊരു ഉയർപ്പുണ്ടെന്നുള്ള ഉയർച്ച ബോധ്യത്തോടെ ജീവിക്കാൻ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ, ഓളങ്ങളെ കണ്ട് ഭയപ്പെടാതെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള സന്തോഷത്തോടു കൂടെ ചങ്കൂറ്റത്തോടെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് നൽകണേ കർത്താവേ. അതോടൊപ്പം കൂടെയുള്ളവരുടെ കല്ലറയിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങളായിട്ട് മാറാതെ കൂടെയുള്ളവരെ ഉയർപ്പിൻ്റെ അനുഭവം സമ്മാനിക്കുന്ന നല്ല മനുഷ്യരായിട്ട് മാറാൻ നീ ഞങ്ങളെ സഹായിക്കണേ. അതുകൂടാതെ കർത്താവേ, 3 കാര്യങ്ങൾ നീ ഇന്നത്തെ ദിവസം ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഈ 3 കാര്യങ്ങൾ നിന്നോടൊപ്പം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ 3 കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. മഗ്ദലേന മറിയത്തെ പോലെ ഏത് ശവപ്പറമ്പിലും നിന്നെ അന്വേഷിച്ചിറങ്ങാനും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ തേടി ഇറങ്ങുവാനും, യൂദാസിനെ പോലെ ആരുടെയെങ്കിലും ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാനും, പത്രോസിനെ പോലെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി അവൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവനോട് മാപ്പപേക്ഷിക്കാനുള്ള ചങ്കൂറ്റം നീ ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഈ 3 കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കുകയും അങ്ങ് ഞങ്ങളെ കുറച്ചും കൂടി വിശുദ്ധരായിട്ട് ജീവിക്കാൻ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹവും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.